السلام عليكم ورحمة الله وبركاته. മുഖ്തസർ 57 പേജ് നമ്പർ 84. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. وبالإضافة لأنها أخصر طريق نحو هوايا مع الركب اليمانين مسعد جنيب وجثماني بمكة موثق. وبالإضافة ഇലാഫത്ത് കൊണ്ട് മുസ്നദ് ഇലൈഹിയെ മഅരിഫയാക്കൽ. പറഞ്ഞു വന്നത് മുസ്നദ് ഇലൈഹിയെ ലമീർ കൊണ്ട് മഅരിഫയാക്കൽ, ഇശാറത്തുൽ ഇസ്മു കൊണ്ട്, അലമു കൊണ്ട്, അലിഫ് ലാം കൊണ്ട്, മൗസൂല കൊണ്ട് മഅരിഫകൾ. ഇനി ഇപ്പോൾ മുസ്നദ് ഇലൈഹിയെ മഅരിഫയാക്കുന്നതിനെ പറ്റി പറയുന്നു. ഐ തഅരീഫുൽ മുസ്നദ് ഇലൈഹി, മുസ്നദ് ഇലൈഹിയെ മഅരിഫയാക്കൽ ബി ഇളാഫത്തിഹി ഇലാ ശൈഇൻ മിനൽ മആരിഫി, മഅരിഫകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഷൈഇലേക്ക്. അതായത് മഅരിഫ മുനാദ അടക്കം 7 എണ്ണം ഉണ്ട്. വഗൈറുഹു മഅരിഫത്തുൻ കഹും വദി വഹിന്ദ വബിനി വൽ ഗുലാമി വല്ലദി. അത് മുനാദയിലേക്ക് പിന്നെ ഇളാഫത്ത് ചെയ്യാൻ പറ്റൂല, നിദാഇന്റെ അർഫുള്ളത് കൊണ്ട്. അപ്പോ ലമീർ മഅരിഫയാണ്, ഇശാറത്തുൽ ഇസ്മു മഅരിഫയാണ്, അലമ് അതുപോലെ തന്നെ അലിഫ് ലാം ഉള്ളത് മൗസൂല. വബിനി എന്ന് പറഞ്ഞു, അത് ഇളാഫത്ത് കൊണ്ട് മഅരിഫയായതാണ്. ബൈത്തിന്റെ ഉദാഹരണത്തിൽ മുത്തകല്ലിമിന്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്ത ഒരു ഉദാഹരണമാണ് ബൈത്തിൽ പറഞ്ഞിട്ടുള്ളത്. വഹിന്ദ വബിനി, എന്റെ മകൻ. അപ്പോൾ ഈ മഅരിഫകൾ, അതായത് ലമീറിലേക്ക് ഇളാഫത്ത് ചെയ്യുകയോ ഇശാറത്തിന്റെ ഇസ്മിലേക്ക് ഇളാഫത്ത് ചെയ്യുകയോ അലമിലേക്കോ അല്ലെങ്കിൽ അലിഫ് ലാമുള്ള ഇസ്മിലേക്കോ മൗസൂലയിലേക്കോ ഇളാഫത്ത് ചെയ്യാം. അങ്ങനെ ഇളാഫത്ത് ചെയ്ത മുളാഫും എന്തു തന്നെയാണ്? മഅരിഫ തന്നെയാണ്. ഐ തഅരീഫുൽ മുസ്നദി ഇലൈഹി, മുസ്നദി ഇലൈഹി മഅരിഫയാക്കൽ ബി ഇളാഫത്തിഹി ഇലാ ശൈഇൻ മിനൽ മആരിഫി, മഅരിഫകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിലേക്ക് ഇളാഫത്ത് ചെയ്യലുകൊണ്ട് മഅരിഫയാക്കൽ. അത് എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് അങ്ങനെ ഇളാഫത്ത് കൊണ്ട് മഅരിഫയാക്കുന്നത്? ലിഅന്നഹാ അയ്യൽ ഇളാഫത്ത, അയ്യൽ ഇളാഫത്ത, ഇളാഫത്തായതിനു വേണ്ടിയാണ്. അഖ്സറു തരീഖിൻ, ഏറ്റവും ചുരുങ്ങിയ വഴിയായതിനു വേണ്ടിയിട്ടാണ്. എന്തിൽ ചുരുങ്ങിയ വഴിയാണത്? ഇലാ ഇഹ്ലാരിഹി ഫീ ദിഹ്നി സാമിഇ, സാമിഇന്റെ ദിഹ്നിൽ മുസ്നദ് ഇലൈഹിയെ ഹാദിറാക്കലിലേക്ക് ഏറ്റവും ചുരുങ്ങിയ വഴി ആയതിനു വേണ്ടി. അപ്പൊ ചുരുക്ക കലാമിൽ, അല്പം കലാമിൽ മുസ്നദ് ഇലൈഹിയെ സാമീന് അല്ലെങ്കിൽ മുഖാത്തബിന് ഹാദിറാക്കി കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി മാത്രമല്ല, അതിനുവേണ്ടി എന്ത് ചെയ്യും? ഇളാഫത്ത് കൊണ്ട് മഅരിഫയാക്കും. ഏതുപോലെ? നഹ്വു ഹവായ മഅർ റക്ബിൽ യമാനീന മുസ്ഇദു ജനീബും വജുസുബാനി ബിമക്കത മൂസഖൂ. ഈ ബൈത്ത് ജഅഫർ ഇബ്നു ഉൽബത്ത് എന്ന് പറഞ്ഞ ഒരാൾ പാടിയതാണ്. ഇത് ചൊല്ലിയപ്പോൾ അയാള് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇത് അദ്ദേഹം ചൊല്ലിയത്. കാരണം അയാൾ ഒരാളെ കൊന്നു. മൂപ്പരെന്താണ്, യമനിൽ നിന്ന് മക്കയിലെത്തിയതാണ് ഒരു വാഹന സംഘത്തോടൊപ്പം. ഇയാൾ ഒരാളെ കൊന്ന കാരണമായി അയാൾ അവിടെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ കാമുകി ഈ വാഹനത്തിലുണ്ട്. തിരിച്ചു പോയപ്പോൾ
അപ്പോൾ പിന്നെ ഇയാള് ആ സങ്കടം പ്രകടിപ്പിച്ചതാണ് ഈ ബൈത്തിലൂടെ. അല്ലാതെ ഫായിദത്തുൽ ഖബറോ ലാസിമു ഫായിദത്തുൽ ഖബറോ ഇവിടെ ലക്ഷ്യം ഇല്ല. എന്താണ് ഹവായ എന്നുള്ളത്? ഞാൻ ഇഷ്ടപ്പെടുന്ന ആള്. നേരെ അർത്ഥം പ്രേമം, പ്രണയം എന്നൊക്കെയാണ്. ഞാൻ പ്രണയിക്കുന്ന ആള്, അതൊരു പെണ്ണാണ്. ഹവായ അത് മക്സൂറാകുമ്പോൾ മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇദാഫത്ത് ചെയ്യുന്ന സമയത്ത് മക്സൂറ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഖിർ അലിഫായതാണല്ലോ മക്സൂറ. വസമ്മി മുഅ്തല്ലം മിനൽ അസ്മാഇ മാ വസമ്മി മുഅ്തല്ലം മിനൽ അസ്മാഇ മാ കൽ മുസ്തഫ വൽ മുർതഖി മാ കാരിമാ. അല്ലേ? കൽ മുസ്തഫ വൽ മുർതഖി. ഫൽഅവ്വലുൽ ഇറാബു ഫീഹി ഖുദ്ദിറ ജമീഉഹു വഹുവല്ലദീ ഖദ് ഖുസ്സിറ. അവ്വൽ അതാണ് മക്സൂറ. അത് എല്ലാ ഇറാബും തഖ്ദീറിലാണ്. ജാഅനി ഫത്തൻ വറഅയ്തു ഫത്തൻ വമറർതു ബിഫത്തൻ. അപ്പോൾ ഹവൻ. ഈ മക്സൂറയെ ഇദാഫത്ത് മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇദാഫത്ത് ചെയ്യുന്ന സമയത്ത് ഈ അലിഫിനെ രക്ഷപ്പെടുത്തണമെന്നാണ് ഭൂരിപക്ഷം അഭിപ്രായം. അതാണ് ഹവായ. മൂസാ നബി പറഞ്ഞല്ലോ ഹിയ അസായ. അതുപോലെ തന്നെ തസ്നിയ റഫഇന്റെ സമയത്ത് ഗുലാമാനി, അവിടെ ഗുലാമായ. ആ അലിഫിനെ എന്താവും? അലിഫാക്കി തന്നെ നിർത്തണം. പക്ഷേ ഹുദൈൽ കബീലക്കാരുടെ അടുക്കൽ അലിഫിനെ യാ ആക്കി മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇദാഫത്ത് ചെയ്യുകയും ചെയ്യാം. ഇബ്നു മാലിക് തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. വആലിഫൻ സല്ലിം വഫിൽ മഖ്സൂരി അൻ ഹുദൈലിൻ ഖീല ബുഹായ അൻ ഹസൻ. വഅലിഫൻ സല്ലിം, അലിഫിനെ നീ രക്ഷപ്പെടുത്തിക്കോ. അത് അലിഫ് ഏതാണ്? തസ്നിയയിലെ റഫഇന്റെ സമയത്തുള്ള അലിഫും മഖ്സൂറയിലുള്ള അലിഫും മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇദാഫത്ത് ചെയ്യുമ്പോൾ അലിഫിനെ അലിഫാക്കി തന്നെ നിർത്തിയിട്ട് ഇദാഫത്ത് ചെയ്യണം. ഹവായ, അസായ. അതുപോലെ തസ്നിയ അങ്ങനെ തന്നെയാണ് റഫഇന്റെ സമയത്ത്. പക്ഷേ ഹുദൈൽ കബീലക്കാർ ഇത് ചെയ്യും. ഹുദൈലിൻ ഖീല ബുഹായ അൻ ഹസൻ. ഈ അലിഫിനെ യാ ആക്കി മറിക്കൽ അവരുടെ അടുക്കൽ എന്താണ്? നല്ല പണിയാണെന്നാ പറയുന്നത്. അതിനൊരു ബൈത്തുമുണ്ട്. സബക്കു ഹവയ്യ വഅൈന കൂലി ഹവാഹുമു. ഹവയ്യ എന്ന് പറഞ്ഞു, എന്റെ മെഹബൂബിനക്ക് അവർ മുങ്കടന്നു. അപ്പോൾ ഹവയ്യ എന്ന് പറഞ്ഞതും ഇവിടെ ഹവായ എന്ന് പറഞ്ഞതും ഒരർത്ഥമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി. ഐ മഹിവിയി എന്നാണ്. മഹിവിയി അത് ഈ ഹവായഹിവി എന്നതിന്റെ ഇസ്മാഫൂലാണത്. റമായർമി മർമിയുൻ എന്ന് പറയും പോലെ ഹവായഹിവി മഹിവിയുൻ. ഈ മഹിവിയിനെ മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇദാഫത്ത് ചെയ്യുമ്പോൾ ഐ മഹിവിയി, എന്റെ മെഹബൂബ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആള്. അവിടെ എന്താണ്? മഹ്ബൂയി എന്നാണ് അസല്. മഹ്ബൂയി എന്നാവുമ്പോൾ സഞ്ചാനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അൽഫയിലും പറഞ്ഞിട്ടുണ്ട്. എന്തില്ല? അന്നൽ വാവ വൽ യാ ഇദജ്തമഅത്താ ഫീ കലിമത്തിൻ വാഹിദത്തിൻ വൽ ഊലാ മിന്നുമാ സാകിനത്തുൻ. കുലിബത്തിൽ വാവു യാ അൻ വ ഉദ്ഗമത്ത് ഫിൽ യാഇ. അങ്ങനെ സഞ്ചാനിലുണ്ട് എന്ന് ഒരു ഓർമ്മയുണ്ട്. അൽഫയിലും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഈ മഹ്ബൂയി എന്ന ഇസ്മു മഫൂല് അത് മഹ്വി ആയതെങ്ങനെയാണ്? ഈ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞിട്ടുണ്ട് ശരിക്ക്. ഇൻ യസ്കുനി സാബിഖു മിൻ വാവിൻ വയാ വത്തസലാവോ മിൻ ഉറൂലിൻ ആരിയാ ഫയാ അനിൽ വാവക്ലിബന്ന മുദ്ഗമ
وشذ معتا غير ما قد رسمان يسكن السابق من واو وياء വാവിൽ നിന്നോ യായിൽ നിന്നോ സാബിക്ക് സുക്കൂനായാൽ വത്തസല അത് രണ്ടും ഒരു കലിമത്തിൽ ചേർന്ന് വരികയും ചെയ്താൽ ഒമിൻ ഉറൂലിൻ ആരിയ ഉറൂല് ആരിലായി വരലിനെ തൊട്ട് അത് രണ്ടും ഒഴിവാകണം. അത് മറ്റൊന്നിന് പകരം വന്നതോ ഈ വാവും യാവും മറ്റൊന്നിനെ തൊട്ട് പകരം വന്നതും ആവരുത്. അതിന്റെ ഹർക്കത്തും താൽക്കാലികമായ ഹർക്കത്തും ആകരുത്. അസിലിൽ ആയ അക്ഷരങ്ങളുമാവണം, അസിലുള്ള ഹർക്കത്തുകളുമാവണം. അങ്ങനെയെങ്കിൽ സാബിക്ക് വാവാവട്ടെ യാ ആവട്ടെ ഫയാനിൽ വാവക്ലിബന്നാ മുദ്ഹമാ വാവിനെ യാ ആയിട്ടിനി മറിച്ചിട്ട് ഈ വാവിനെ യാ ആക്കി അതിനെ മറ്റേ യാവിലേക്ക് ഇദ്ഗാം ചെയ്യണം. അങ്ങനെ മഹ്വിയ്യ് മുത്തകല്ലിമിന്റെ യാവിലേക്കാണ് ചേർന്നപ്പോൾ 3 യാ ഉണ്ട് അവിടെ. ഐ മഹ്വിയ്യി ഞാൻ ഇഷ്ടപ്പെടുന്ന ആള്, അതാണ് അവിടെ ഉള്ളത്. വഹാദ അഹ്സറു മിനല്ലദി അഹ്വാഹു അല്ലദി അഹ്വാഹു എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും ചുരുങ്ങിയ മാർഗമാണ്. ഹവായ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യം അവിടെ തീർന്നു. ഒരു മൗസൂല കൊണ്ടുവന്ന് പിന്നെ അതിന്റെ ശില കൊണ്ടുവന്ന് ശിലയിൽ നിന്ന് മൗസൂലേക്ക് ലമീർ മടക്കി ഇത്ര അധികം നീട്ടിപ്പറയേണ്ട ആവശ്യമില്ല, പരത്തിപ്പറയേണ്ട ആവശ്യമില്ല. ഒനഹ്വിദാലിക്ക കേട്ടോ. ഇതുപോലത്തെ മറ്റുള്ള ഇബാറത്തുകളെ കൊണ്ടും പറയുന്നതിനേക്കാൾ. പിന്നെ ഇവിടെ ഈ ഹവായ എന്ന് ചുരുക്കി പറയല് ഇവിടെ മത്ലൂബുമാണ്. വൽ ഇഖ്തിസാറു മത്ലൂബുൻ, ഇവിടെ ഇഖ്തിസാറു മത്ലൂബാണ്, ലക്ഷ്യമാണ്. ലീഖിൽ മക്കാമി മക്കാമ് കുറുസായതിനു വേണ്ടി. ഇവൻ ജയിലിലാണല്ലോ ആള്. ആരാണ് ആള്? ജഅഫർ ബിൻ ഉൽബത്ത്. ആവശ്യമില്ലാതെ മനുഷ്യന്മാരെ കൊല്ലാൻ പോകണ്ടല്ല ഇതിന്. മറ്റൊരു തിരിച്ചു പോയപ്പോ മഹബൂബത്ത് കാമുകി ഇതിൽ തിരിച്ചു പോകേണ്ടി വന്നു. ആ ഖേദം പറയാണ്. ആവശ്യമില്ലാത്ത പണി നടത്തിയാൽ അങ്ങനെയെല്ലാം സംഭവിക്കും. അത് ആർക്കും സംഭവിക്കും. പിന്നെ ലിലീഖിൽ മക്കാമി ഒ ഫറത്തിസ ആമത്തി കഠിനമായ മടി ഉണ്ടായതിനു വേണ്ടിയും. അപ്പൊ മടി കാരണമാണ് മക്കാമ കുറുസായത്. എന്താ ആ മടി വരാനുള്ള കാരണം? ലി കൗലിഹി ഫി സിജിനി, ഇയാള് ജയിലിലാണ്. വൽ ഹബീബു അലർ റഹീലി, ഹബീബാണെങ്കിലോ യാത്രയിലുമാണ്. മഅർ റക്ബിൽ യമാനീന, മഅർ റക്ബിൽ യമാനീന യമൻകാരുടെ വാഹനത്തോടുകൂടെയായ നിലയിൽ മുസ്ഇദുൻ അകന്നതാണ് എന്നാണ്. യമാനീന എന്ന് പറഞ്ഞാല് എന്താണ്? യമാനീന എന്ന് പറഞ്ഞാൽ ഇവിടെ യമനിലേക്ക് നിസ്ബയാണത്. അതിവിടെ പറയുന്നുണ്ട്. കൗലുഹു അൽ യമാനീന ജംഉ യമാനിൻ, അത് യമാനിൻ എന്നതിന്റെ ജമ്മാണ്. ബി മഅന യമനിയിന്ന. അപ്പൊ യമനിലേക്ക് നിസ്ബ ചെയ്ത യമനിയ്, യമൻകാരൻ, അതിന്റെ യമനിയിന്റെ മഅനാക്കുള്ള യമാനി, യമാനിൻ എന്നതിന്റെ ജമ്മാണ് യമാനീന. അപ്പോ ഈ യമാനിൻ എന്നതിന്റെ ജമ്മാകണമെങ്കിൽ മുഫ്രദിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അസുലു യമാനിൻ, യമാനിൻ എന്നതിന്റെ അസുല് യമാനിയുൻ എന്ന. യമാനിയുൻ അതെങ്ങനെ യമാനിയുൻ എന്നായി? അത് യമാനിയുൻ എന്നത് എങ്ങനെ യമാനിൻ ആയി? ഇലാല കാലിൻ, കാളിയാരെ ഇല്ലത്ത് നടത്തൽ, മൂപ്പനെ ഇല്ലത്ത് നടത്തി. എന്താ കാളിയാരെ ഇല്ലത്ത് നടത്തൽ? കാലിൻ അസുലുഹു കാളിയുൻ എന്നാണ്. യാതിന് ദമ്മത്ത് കനമായപ്പോൾ യാതിന് ദമ്മത്തിനെ കളഞ്ഞു. പിന്നെ യാവും തെൻവീനും തമ്മിൽ ഇൽത്തിക്കാവു സാക്കിനിയപ്പോൾ യാതിനെ കളഞ്ഞു കാലിൻ. അതുപോലെ യമാനിയുൻ. അപ്പൊ യമാനിൻ എന്നതിന്റെ അസലി യമാനിയുൻ എന്നാണ്. ഇതെങ്ങനെ യമാനിയുൻ ആയിന്ന് നമ്മൾ പിന്നെ വേറെ ചിന്തിക്കണം. ആ യാതിന് ദമ്മത്ത് കനമായി യാതിന്റെ ദമ്മത്തിനെ കളഞ്ഞു, പിന്നെ യാതിനെയും കളഞ്ഞു ഇൽത്തിക്കാവു സാക്കിനിയായിട്ട്. യമാനിയുൻ എന്നുള്ളത് മുഖഫഫു യമനിയിൻ.
യമനിയി എന്നതിനെ തഖ്ഫീഫാക്കിയതാണ് യമാനിയുൻ എന്നത്. ബിയാഇൻ മുശദ്ദദത്തിൻ നിസ്ബത്തുൻ ബിയാഇൻ മുശദ്ദദത്തിൻ നിസ്ബത്തുൽ ലിൽ യമനി, യമനിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ട നിസ്ബത്തുൽ ലിൽ യമനി. അപ്പോ യമാനിയുൻ മുഖഫഫു യമനിയിൻ ബിയാഇൻ മുശദ്ദദത്തിൻ, അത് യമനിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ടതാണ്. യമനിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ യമനിയ്. എന്നിട്ട് എന്ത് ചെയ്തു? യമനിയിനെ എന്ത് ചെയ്തു? പിന്നെ ആ 2 യായിൽ നിന്നൊരു യായിനെ കളഞ്ഞു. അപ്പൊ യമനീന്നായി. ആ കളഞ്ഞ യായിന് പകരം നടുവിലൊരു അലിഫിനെ കൊടുത്തിട്ട് എന്തായി? യമാനി എന്നായി. എന്നിട്ട് പിന്നെന്ത് ചെയ്തു? 2ാമത്തെ യായിനെ കളഞ്ഞപ്പോൾ യമാനി. അല്ല, പിന്നെ ഉള്ള യായിനെ, ആദ്യത്തെ യായിനെ കളഞ്ഞല്ലോ. ആദ്യത്തെ യമനിയ് എന്നതിലുള്ള ആ മുതഹമത്തായ യായിനത് കളഞ്ഞു. അല്ലെങ്കിൽ 2 ഒരു യായിനെ കളഞ്ഞു, അതിന് പകരം ഒരു അലിഫിനെ കൊടുത്തു. അപ്പൊ യമാനിയുൻ എന്നായി. പിന്നെ മറ്റേ യായിനെ അത് കളഞ്ഞു. അപ്പൊ എന്തായി? യമാനി എന്നായി. അപ്പൊ യമനിജിന്റെ മായനയാണ് യമാനിൻ എന്നതിന്, യമൻകാരൻ. ആ യമാനിൻ എന്നതിന്റെ ജമ്മാണ് യമാനീന, യമൻകാരുടെ വാഹനത്തോടുകൂടെ എന്നായി അർത്ഥം. യമൻകാരുടെ വാഹനത്തോടുകൂടെ മുസ്ഇദുൻ, അവൾ അകന്നവളാണ്. ഐ മുബഇദുൻ, മുബഇദുൻ ദൂരത്തായവളാണ്. അതൊരു പെണ്ണാണ്. ഇവിടെ പിന്നെ ഹവായ മുദക്കറായതുകൊണ്ട് എല്ലാം മുദക്കറാക്കി ഇങ്ങനെ പറയുന്നു എന്ന് മാത്രം. ഐ മുബഇദുൻ ദാഹിമും ഫിൽ അർളി, ഭൂമിയിൽ പോകുന്നവളാണ്. വതമാമുഹു ജനീബും വജുസുമാനി ബിമക്കത മൂസഖൂ, അതാണ്. ജനീബുൻ തുടരപ്പെടുന്നവനുമാണ്. അൽ മജ്നൂബു അൽ മുസ്തതബഉ. വൽ ജുസുമാൻ, ജുസുമാനി എന്ന്, ജുസുമാൻ എന്ന് പറഞ്ഞത് ജുസുമാനി എന്ന് പറഞ്ഞില്ല, അത് ശഖ്സു വ്യക്തിന, എന്റെ തടി. വൽ മൂസഖൂ അൽ മുഖയ്യദു, അറസ്റ്റ് ചെയ്യപ്പെട്ടവൻ എന്നാണ്. ലഫ്ളുൽ ബൈത്തി ഖബറുൻ, ഈ ബൈത്തിന്റെ ലഫ്ള് ഖബറാണെങ്കിലും മഅനാഹു തഅസ്സുഫുൻ വതഹസ്സുറുൻ, സങ്കടം പ്രകടിപ്പിക്കലും ഖേദം പ്രകടിപ്പിക്കലുമാകുന്നു. ഇഫാദത്തുൽ ഖബറോ ലാസിമ ഫായിദത്തുൽ ഖബറോ ലാസിമ ഫായിദത്തുൽ ഖബറോ ഇവിടെ ലക്ഷ്യം ഇല്ല. പിന്നെ അപ്പോ ഇതിനു വേണ്ടി കലാമ് ചുരുക്കി പറയാൻ വേണ്ടി സാമിഇന്റെ ദിഹിനിൽ മുസ്നദിലേഹിയെ ചെറിയ ചുരുക്ക കലാമിൽ ഹാജറാക്കാൻ വേണ്ടിയിട്ട് മുസ്നദിലേഹിയെ ഇലാഫത്തുകൊണ്ട് മഅരിഫയാക്കും. ഇനി എന്താ? ഇനി പറയുന്നത് ഔലി തലമ്മുനിഹ, അല്ലെങ്കിൽ ആ ഇലാഫത്ത് ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി, ഐലി തലമ്മുനിൽ ഇലാഫത്ത് ഉൾക്കൊണ്ടതിന് വേണ്ടി, തഅലീമൻ ലിശൈനിൽ മുളാഫി ഇലൈഹി, മുളാഫി ഇലൈഹിന്റെ ഷൈനിനെ ബഹുമാനിക്കലിനെ ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി. ഇലാഫത്ത് ചെയ്യുമ്പോൾ മുളാഫി ഇലൈഹിന്റെ നിലവാരത്തെ എന്താണ് ഒന്ന് തഅലീം ചെയ്യൽ വരുന്നുണ്ട്. ഈ മുസ്നദ് ഇലൈഹിനെ ഇലാഫത്ത് ചെയ്തതുകൊണ്ട്, അപ്പൊ മുസ്നദ് ഇലൈഹിന്റെ മുളാഫി ഇലൈഹിയെ ഇവിടെ നിലവാരം. അവിൽ മുളാഫി, അല്ലെങ്കിൽ മുളാഫിന്റെ ഷൈനിനെ തഅലീം ചെയ്യൽ. ആരാ മുളാഫ്? മുസ്നദ് ഇലൈഹി തന്നെ. അതായത് മുസ്നദ് ഇലൈഹിയുടെ തഅലീമിനെ ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി. അപ്പൊ മുളാഫ് ഇലൈഹിന്റെ ഷൈൻ എന്ന് പറഞ്ഞാൽ മുസ്നദ് ഇലൈഹിയുടെ മുളാഫ് ഇലൈഹി. അവിൽ മുളാഫി, അല്ലെങ്കിൽ മുളാഫിന്റെ ഷൈൻ എന്ന് പറഞ്ഞാൽ മുസ്നദായ മുളാഫ്. ഔ ഗൈരിഹിമ, അല്ലെങ്കിൽ ആ മുളാഫായ മുസ്നദ് ഇലൈഹി അല്ലാത്തതിന്റെയും, മുസ്നദ് ഇലൈഹിനെ ഏതൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടോ ആ മുളാഫി ഇലൈഹിം അല്ലാത്തതിന്റെ ഷൈനിനെ തഅലീം ചെയ്യലിനെ ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി. അല്ലാതെ മുത്തലക്ക് മുളാഫി ഇലൈഹിം മുളാഫും അല്ലാത്തത് എന്നല്ല.
മുസ്നദ് ഇലൈഹിയെ ഇലാഫത്ത് ചെയ്യപ്പെട്ട മുലാഫി ഇലൈഹി അല്ലാത്തതിന്റെ ഷൈനിനെ, അതുപോലെ തന്നെ മുലാഫായ മുസ്നദ് ഇലൈഹിയുടെ ഷൈന് അല്ലാത്തതിനെയും തഅലീം ചെയ്യുന്ന ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി. അതാണ് ഗൈരിഹിമ. അത് രണ്ടും അല്ലാത്തതിന്റെ ഷൈന് എന്ന് പറഞ്ഞാൽ മുലാഫിലേയും മുലാഫും അല്ലാത്തത് എന്നല്ല. ഇവിടെ ഒരു കൈതോടുകൂടെയുള്ള മുലാഫിലേയും കൈതോടുകൂടെയുള്ള മുലാഫുമാണ്. മുലാഫായ മുസ്നദിയിലേഹി അല്ലാത്തതിന്റെ ഷൈന്, അല്ലെങ്കിൽ മുസ്നദിയിലേഹിയെ ഇലാഫത്ത് ചെയ്യപ്പെട്ട മുലാഫിയിലേഹി അല്ലാത്തതിന്റെ ഷൈന്. കഖൗലിക, നിന്റെ വാക്ക് പോലെ, ഫീ തഅലീമിൽ മുലാഫിയിലേഹി, മുലാഫിയിലേഹിനെ തഅലീം ചെയ്യുന്നതിൽ നീ പറയും പോലെ, അബ്ദി ഹലറാ, എന്റെ അബ്ദ് ഹാലിറായി. അപ്പൊ എനിക്കൊരു അബ്ദുണ്ട് എന്നാണല്ലോ ഇവിടെ. അബ്ദി അതാണ് മുസ്നദിയിലേഹി. അതിനെ മുത്തകല്ലിമിന്റെ യാവിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പൊ എനിക്കൊരു അടിമണ്ട്. അപ്പോൾ ഇവരെന്താണ് മുലാഫ് ഇലൈഹിന്റെ തഅലീം ചെയ്യലുണ്ട്. തഅലീമല്ലക്ക, നിന്നെ ബഹുമാനിച്ചതിന് വേണ്ടി, ബി അന്നലക്ക അബ്ദൻ, നിനക്കൊരു അബ്ദുണ്ട് എന്നതുകൊണ്ട് നിന്നെ തഅലീം ചെയ്തു. നീ തന്നെ നിന്നെ തഅലീം ചെയ്തതിന് വേണ്ടി. എന്തുകൊണ്ട് തഅലീം? നിനക്കൊരു അടിമണ്ട് എന്നതുകൊണ്ട്. അതാണ് കഖൗലിക, നിന്റെ വാക്കുപോലെ മുലാഫിലിനെ തഅലീം ചെയ്യുന്നതിൽ, ഔ ഫീ തഅലീമിൽ മുലാഫി, മുലാഫിനെ തഅലീം ചെയ്യുന്നതിൽ നിന്റെ വാക്കുപോലെ. അബ്ദുൽ ഖലീഫത്തി റകിബ, ഖലീഫയുടെ അടിമ എന്തായി? വാഹനത്തിൽ പോയി, വാഹനം കയറി. ഇവിടെ അബ്ദുൽ ഖലീഫത്ത്, ഈ അബ്ദ് എന്ന മുലാഫിനെയാണ് ഇവിടെ തഅലീം. ഖലീഫന്റെ അടിമ എന്നുള്ള ഒരു പവർ അവനെക്കുണ്ട്. തഅലീമല്ലിൽ അബ്ദി, അബ്ദിനെ ബഹുമാനിച്ചതിനു വേണ്ടി, ബി അന്നഹു അബ്ദുൽ ലിൽ ഖലീഫത്തി, അവൻ ഖലീഫന്റെ അടിമയാവലുകൊണ്ട് തഅലീം ചെയ്തു. അങ്ങനെയല്ല പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അവിടെ തഅലീം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. വഫീ തഅലീമി ഗൈരിൽ മുലാഫി വൽ മുലാഫി ഇലൈഹി, മുലാഫും മുലാഫി ഇലൈഹിം അല്ലാത്തതിന്റെ ഷൈനിനെ തഅലീം ചെയ്തതിൽ നിന്റെ കൗല് പോലെ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, മുസ്നദ് ഇലൈഹിയെ ഇലാഫത്ത് ചെയ്യപ്പെട്ട മുലാഫി ഇലൈഹി അല്ലാത്തതിനെ തഅലീം ചെയ്യുക. അതുപോലെ തന്നെ മുസ്നദായ മുലാഫ് അല്ലാത്തതിനെയും തഅലീം ചെയ്തതിൽ. നഹ്വു അബ്ദി അബ്ദു സുൽത്താനി ഇന്ദി, സുൽത്താന്റെ അടിമ എന്റെ അടുക്കലുണ്ട്. അപ്പോ ഇവിടെ അബ്ദു സുൽത്താൻ, അബ്ദ് എന്ന മുലാഫിനെയും അല്ലാത്ത തഅലീം, അത് മുസ്നദിലേയാണുള്ളത്. അസുൽത്താൻ എന്ന മുലാഫിയിലേഹിനെയും അല്ല. പിന്നെന്താണ്? സുൽത്താന്റെ അടിമ എന്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ തന്നെ ഞാൻ തഅലീം ചെയ്യലാണ്. ഈ ഞാനാരാ? ഞാൻ എന്താണ്? മുസ്നദിലേഹി അല്ല, മുലാഫായ മുസ്നദിലേഹിയുമല്ല, പിന്നെ മുസ്നദിലേഹി ഇലാഫത്ത് ചെയ്യപ്പെട്ട മുലാഫിലേഹിയുമല്ല. ഈ മുത്തകല്ലിമിന്റെ ഈ മുത്തകല്ലിമ് തഅലീമല്ലിൽ മുത്തകല്ലിമി, മുത്തകല്ലിമിനെ തഅലീം ചെയ്തതിന് വേണ്ടി. എന്തുകൊണ്ട് തഅലീം ചെയ്തു? ബി അന്ന അബ്ദ സുൽത്താനി ഇൻദഹു, സുൽത്താന്റെ അടിമ അവന്റെ അടുക്കലുണ്ട്. ചിലർ പറയില്ലേ, ചിലർ പറയും കല്യാണത്തിന് നേതാക്കന്മാർ വന്നാൽ അവരെ പേരെടുത്തിട്ട് എന്റെ കല്യാണത്തിൽ വന്നു എന്ന് പറയും. അവരുടെ പേര് പറഞ്ഞിട്ട് പറയും. അത് അവനെ തന്നെ അവൻ ബഹുമാനിക്കലാണ്. വഹുവ, ഈ മുത്തകല്ലിമ്, ഈ മുത്തകല്ലിമ് തഅലീമല്ലിൽ മുത്തകല്ലിമി എന്ന് പറഞ്ഞല്ലോ. ഇന്ദി എന്ന മുത്തകല്ലിമിന്റെ ആണത്. അത് മുത്തകല്ലിമാണ്. എന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഞാന്, ഈ പറയുന്ന വ്യക്തി. അത് വഇൻകാനൽ മുലാഫ ഇലൈഹി, അത് മുലാഫ ഇലൈഹി ആണെങ്കിലും, വഇൻകാന ആ മുത്തകല്ലിം ആണെങ്കിലും, അൽ മുലാഫ ഇലൈഹി
മുലാഫ് ഇലൈഹി ആണെങ്കിലും ലാക്കിന്നഹു എങ്കിലും ആ മുത്തക്കല്ലിമ് ഗൈറുൽ മുസ്നദി ഇലൈഹിൽ മുലാഫു മുലാഫിനെ മുലാഫി ഗൈറുൽ മുസ്നദി ഇലൈഹി അൽ മുലാഫി മുസ്നദ് ഇലൈഹി അല്ലാത്തതാണ്. എങ്ങനത്തെ മുസ്നദ് ഇലൈഹി അൽ മുലാഫി മുലാഫായ അൽ മുലാഫി എന്നാ വായിക്കേണ്ടത്. മുലാഫായ മുസ്നദ് ഇലൈഹി അല്ലാത്തതാണ്. അത് നമ്മൾ മുലാഫായ മുസ്നദ് ഇലൈഹിനെ തഅ്ലീം ചെയ്യലാണ്. എന്ത് രണ്ടാമത് പറഞ്ഞ ഉദാഹരണം അബ്ദി ഹലറാൻ. മുലാഫായ മുസ്നദ് ഇലൈഹിം അല്ല വഗൈറുമാ ഒന്നല്ലാത്തതുമാണ് ഉദീഫ ഇലൈഹിൽ മുസ്നദ് ഇലൈഹി അതിലേക്ക് മുസ്നദ് ഇലൈഹിനെ ഇദാഫത്ത് ചെയ്യപ്പെട്ടിട്ട് അങ്ങനത്തെ ഒന്നും അല്ലാത്തതാണ്. അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ ഗൈരിഹിമ എന്ന് പറഞ്ഞാൽ ഏതല്ലാന്ന് വെക്കണം? മുലാഫായ മുസ്നദ് ഇലൈഹിം അല്ലാത്തതിന്റെ ഷൈന് മുസ്നദ് ഇലൈഹിയെ ഇദാഫത്ത് ചെയ്യപ്പെട്ട മുസ്നദ് മുലാഫ് ഇലൈഹിം അല്ലാത്തതിന്റെ ഷൈന്. വഹാദ ഇതാണ് മഅന ഖൗലിഹി മുസന്നിഫിന്റെ ഖൗലിന്റെ മഅന ഔ ഗൈരിഹിമ. അപ്പൊ ഔ ഗൈരിഹിമ എന്ന് പറഞ്ഞാൽ മുത്തലഖ് മുലാഫ് ഇലൈഹിം മുലാഫും അല്ലാത്തതെന്നല്ല. പിന്നെന്താണ്? മുലാഫായ മുസ്നദ് ഇലൈഹി അല്ലാത്തതും മുസ്നദ് ഇലൈഹി ഇദാഫത്ത് ചെയ്യപ്പെട്ട മുലാഫ് ഇലൈഹി അല്ലാത്തതും എന്നാണ് അർത്ഥം. ഔലി തളമ്മുനിഹ അല്ലെങ്കിൽ ഇദാഫത്ത് ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി തഹ്കീറൻ ലിൽ മുലാഫി നേരത്തെ പറഞ്ഞതിന്റെ നേരെ അക്സ് മുലാഫിനെ നിസാരമാക്കുന്ന ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി നഹ്വു വലദുൽ ഹജ്ജാമി ഹാദിറുൻ ഹജ്ജാമിന്റെ വലത് ഹാദിറുൻ ഹാദിറാണ്. ഇവിടെ ഹജ്ജാം അവിടെ എന്താണ്? മുലാഫിനെ നിസാരമാക്കിയതിന് നിസാരമാക്കാൻ വേണ്ടിയിട്ടാണ് വലദുൽ ഹജ്ജാമി എന്ന് പറഞ്ഞത്. വലതു എന്ന മുസ്നദ് ഇലൈഹിനെ ഇദാഫത്ത് ചെയ്തത് ഹജ്ജാമിലേക്ക് ഇദാഫത്ത് ചെയ്തിട്ട് അവനെ ഒന്ന് കൊച്ചാക്കലുണ്ട്, അവനെ നിസാരമാക്കലുണ്ട്. പിന്നെ ഔലിൽ മുലാഫിലിഹി അലി മുലാഫിലിഹിനെ നിസാരമാക്കാൻ വേണ്ടി നിസാരമാക്കലിനെ തഹ്കീർ ചെയ്യുന്ന ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി നെഹ്വു നാരിബു സൈദിൻ ഹാദിറുൻ സൈദിനെ അടിച്ചവൻ ഇവിടെ ഉണ്ട്, ഹാദിറാണ്. ഇവിടെ എന്താ? സൈദിനെ അടിച്ചവൻ സൈദിനെ നിസാരമാക്കാനാണ് അവിടെ ഇദാഫത്ത് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ മറ്റാളെ പേര് പറഞ്ഞപ്പോൾ പോരെ? ലാരിബു സൈദിൻ ഹലറ അല്ലേ? ഇവിടെ ഈ ലാരിബിന്റെ പേര് പറഞ്ഞാൽ ഇന്നവൻ വന്നു ആദിന്ന് പറഞ്ഞാൽ മതി. പിന്നെന്താ ഇങ്ങനെ പറഞ്ഞത്? ഇത് സൈദിനെ നിസാരമാക്കണം, അതിനു വേണ്ടിയിട്ട് തന്നെ. ഔ ഗൈരിഹിമ അല്ലെങ്കിൽ അത് രണ്ടും അല്ലാത്തതിനെ എന്ന് പറഞ്ഞാൽ മുലാഫായ മുസ്നദ് ഇലൈഹി അല്ലാത്തതിനെ നിസാരമാക്കുക, അല്ലെങ്കിൽ മുസ്നദ് ഇലൈഹി ഇദാഫത്ത് ചെയ്യപ്പെട്ട മുസ്നദ് മുലാഫ് ഇലൈഹിം അല്ലാത്തതിനെ നിസാരമാക്കുക. നഹ്വു വലദുൽ ഹജ്ജാമി ജലീസു സൈദിൻ ഹജ്ജാമിന്റെ വലത് സൈദിന്റെ സമീപത്ത് ഇരിക്കുകയാണ്. അവിടെ സൈദിനെയാണ് നിസാരമാക്കുന്നത്. സൈദ് മുലാഫ് ഇലൈഹി ആണെങ്കിലും അതല്ല മുസ്നദ് ഇലൈഹി അതിലേക്ക് ഇദാഫത്ത് ചെയ്തിട്ടില്ല, മറിച്ച് മുസ്നദിനെയാണ് ഇദാഫത്ത് ചെയ്തത്. മുസ്നദ് ഇലൈഹിനെ ഇദാഫത്ത് ചെയ്തിട്ടില്ല. നമ്മളെ വിഷയം മുസ്നദ് ഇലൈഹിയുടെ ബാബാണ്. ഔലി ഇഗ്നാഇഹ ഇദാഫത്ത് ആവശ്യം തീർത്തു അൻ തഫ്സീലിൻ മുതഅദ്ദിൻ ഒരു സാധ്യമല്ലാത്ത ഒരു മുഹാലായ ഒരു അസാധ്യമായ വിശദീകരണത്തെ തൊട്ട് വലിയാക്കി. നെഹ്വു അവിടെ തഫ്സീൽ ചെയ്യാൻ സാധിക്കൂല. അതുകൊണ്ട് നെഹ്വു ഇത്തഫക്ക അഹ്ലുൽ ഹക്കി അലാ കഥാ ഹക്കിന്റെ അഹ്ലുകാർ ഒരുമിച്ചുകൂടി ഇന്നാലിന്നതിന്റെ മേൽ. ഈ ഹക്കിന്റെ അഹ്ലുകാരെല്ലാവരെയും ഓരോരുത്തരെ പേരെടുത്ത് പറയൽ സാധ്യമല്ല, അതൊരു മുഹാലായ സംഭവമാണ്. അപ്പോൾ അഹ്ലുൽ ഹക്കി എന്ന് ഇദാഫത്ത് ചെയ്ത് പറഞ്ഞു. ഔ മുതഅസ്സിരിൻ ഒരു ബുദ്ധിമുട്ടുള്ള തഫ്സീലിനെ തൊട്ട് ആവശ്യം തീർത്തു. സംഗതി മുഹാലൊന്നല്ലെങ്കിലും അത് ബുദ്ധിമുട്ടാണ്. നഹ്വു അഹ്ലുൽ ബലദി ഫഅലു കദാ നാട്ടുകാരൊക്കെ ഇന്നാലിന്നത് ചെയ്തു. അത് നാട്ടുകാരൊക്കെ എല്ലാവരുടെയും പേരെടുത്ത് പറയൽ അസാധ്യമല്ലെങ്കിലും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് അഹ്ലുൽ ബലദി നാട്ടുകാര് ചെങ്ങാനിക്കാര് ഇന്നത് ചെയ്തു. ചെങ്ങാനിയിലെ ഓരോരുത്തരും പേരെടുത്ത് പറയിലിറങ്ങിയറാണല്ലോ. ഔലി അന്നഹു അല്ലെങ്കിൽ ഈ മുസ്നദ് ഇലൈഹി യംനഹു അനി തഫ്സീലി അത് തഫ്സീലിനെ തൊട്ടുണ്ടാവും, മുസ്നദ് ഇലൈഹി അല്ല.
ഔലിയന്നഹു എന്ന് പറഞ്ഞാൽ എമീർ എവിടേക്കാണ് പോണത്? അല്ലെങ്കിൽ ഔലിയന്നഹു അല്ലെങ്കിൽ കാര്യം ആയതിനു വേണ്ടി, ഔലിയന്നഹു അല്ലെങ്കിൽ കാര്യം ആയതിനു വേണ്ടി യംനഉ അനി തഫ്സീലി മാനിഉൻ, തഫ്സീലിനെ തൊട്ടൊരു മാനി വിലങ്ങുന്നുണ്ട്, അതാണ് കാര്യം. അതെന്താ തഫ്സീലിനെ തൊട്ട് വിലങ്ങുന്നത്? മിസ്ലു തഖ്ദീമിൽ ബഅലി അലൽ ബഅലി, ബഅലിനെ ബഅലിനേക്കാൾ മുന്തിക്കൽ പോലെ. നഹു ഉലമാഉൽ ബലദി ഹാദിറൂൻ, നാട്ടിലെ ഉലമാക്കളെല്ലാം ഹാദിറാണ്. അവിടെ ഒരാളുടെ പേര് പറഞ്ഞാൽ ആദ്യം മറ്റാൾക്ക് ചിലപ്പോൾ ഒരു വിഷമമുണ്ടാവും. അപ്പൊ ആരെയും വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് മൊത്തത്തിൽ എല്ലാ ഉസ്താദുമാർക്കും അവിടെ സ്വാഗതം പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഇത് ഒരാളെ പേരെടുത്താൽ രണ്ടാമത്തെ ആളെ പറയേണ്ടി വരും, അപ്പൊ മൂന്നാമത്തെ ആളെ പറയേണ്ടി വരും. ഇനി 3 നേതാക്കന്മാരാണെങ്കിൽ ആ 3 നേതാക്കന്മാരെ പേര് പറഞ്ഞിട്ട് പിന്നെ എല്ലാ ഉസ്താദുമാർക്കും എന്ന് പറയാം. മറ്റു ബുദ്ധിമുട്ടാണല്ലേ അല്ലാഹ്. പിന്നെ അഹുൽ ഉലമാ ഉൽ ബലദി ഹാദിറൂൻ ഇലാ ഗൈരി ദാലിക, ഇതല്ലാത്തത് പല കാര്യത്തിനു വേണ്ടി എന്ത് ചെയ്യും? മുസ്നദിലേഹി മൈലിഫിയാക്കും മിനൽ ഇത്തിബാറാത്തി, പലവിധ പരിഗണകളാൽ കേട്ടോ, പലവിധ പരിഗണകളാൽ ഇത്തിബാറാത്തുകൾ. അപ്പൊ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് നമുക്ക് മുസ്നദിലേഹിനെ ഇലാഫത്തോട് മൈലിഫ, അതിനു വേണ്ടി എല്ലാം എന്ത് ചെയ്യാം? ഇലാഫത്ത് കൊണ്ട് മൈലിഫയാക്കാവുന്നതാണ്. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം.